നമസ്കാരം. ലൈസിയം അക്കാഡമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കേട്ടിട്ട് കാറ്റഗറി 3യുടെ പരീക്ഷ ഉണ്ടായിരുന്നു. പരീക്ഷയിലെ മലയാളം ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാത്ത കൂട്ടുകാർ കാണുക, നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേട്ടിട്ട് സീറ്ററ്റ് സെറ്റ് പരീക്ഷകൾക്ക്, അതുപോലെ BEdന്റെ ഫൈനൽ സെമസ്റ്റർ 4th സെമസ്റ്റർ ഓൺലൈൻ എക്സാമിനും ഇൻറ്റൻസീവ് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് ലൈസിയം അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾക്കായിട്ട് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടുതൽ നമ്മുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് പഠിക്കാം. ചോദ്യങ്ങൾ നോക്കാം. നമ്മൾ ഇന്ന് നോക്കുന്നത് കാറ്റഗറി 3 പരീക്ഷയിലെ ജനറൽ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. 30 ചോദ്യങ്ങളാണ് ജനറൽ ഇംഗ്ലീഷ് ഭാഗത്ത് നിന്ന് നമുക്കുള്ളത്. അപ്പോൾ ഈ ജനറൽ ഇംഗ്ലീഷ് ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള 30 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാസേജ് വായിച്ചിട്ട് അതിനകത്ത് നിന്ന് ശരിയായ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതിൽ 41ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ബോത്ത് 1 and 2 ആർ ഫോൾസ് എന്നതാണ്. പൊന്നി വാസ് നോട്ട് ഗുഡ് അറ്റ് സ്റ്റഡീസ്. പൊന്നീസ് മദർ വിസിറ്റഡ് ദ സ്കൂൾ എവരി ഡേ. ഇത് രണ്ടും തെറ്റാണ്. ഈ വാക്യങ്ങൾ അല്ലെങ്കിൽ ഈ പാസേജ് അനുസരിച്ചിട്ട് രണ്ടും തെറ്റാണ്. 41 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത 42ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1 and 2 ആർ ട്രൂ എന്നതാണ്. ഗ്രാൻഡ് ഫാദർ നെവർ മിസ്ഡ് ഇവൻ എ സിംഗിൾ ഡേ അറ്റ് സ്കൂൾ എന്നത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തേത് ഗ്രാൻഡ് ഫാദർ യൂസ്ഡ് ടു നരേറ്റ് ദ സ്റ്റോറീസ് ഓഫ് വില്ലേജേഴ്സ് എന്നതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. 1ഉം 2ഉം ശരിയാണ്, 2ഉം ശരിയാണ് എന്നാണ് ഇതിന്റെ ഉത്തരം. 1 and 2 ആർ ട്രൂ. അടുത്ത 43 ഗ്രാൻഡ് ഫാദർ വാസ് എ ഡാഷ്. ഗ്രാൻഡ് ഫാദർ വാസ് എ ഡാഷ് എന്നതിന്റെ ഉത്തരം ഗ്രാൻഡ് ഫാദർ വാസ് എ സ്കൂൾ ടീച്ചർ എന്നതാണ് ഇതിന്റെ ഉത്തരം. ഓപ്ഷൻ എ ആണ് ശരി. അടുത്ത 44ാമത്തെ ചോദ്യം ഗ്രാൻഡ് ഫാദർ വാസ് ഹാപ്പി ബിക്കോസ് ഓഫ് ഡാഷ്. അതിന്റെ ഉത്തരം 44ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓൾ ഓഫ് ദി എബോ എന്നാണ്. ദ റൂറൽ സെറ്റിംഗ് ഓഫ് ദ സ്കൂൾ, ദ ഇന്റിമസി വിത്ത് ദ വില്ലേജേഴ്സ്, ഇന്റിമസി വിത്ത് ഹിസ് കൊളീഗ്സ്. സ്കൂളുമായിട്ടും വില്ലേജേഴ്സുമായിട്ടും കൊളീഗ്സുമായിട്ടും നല്ല ബന്ധമാണ് ഗ്രാൻഡ് ഫാദറിന് ഉണ്ടായിരുന്നത് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഇതെല്ലാം ശരിയായ പ്രസ്താവന ആണ്. 45ാമത്തെ ചോദ്യം ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഓഫ് ഗ്രാൻഡ് ഫാദേഴ്സ് കരിയർ വാസ് ദാറ്റ് ഹീ സെർവ്ഡ് ഇൻ ദ സെയിം സ്കൂൾ ത്രൂ ഔട്ട് ഹിസ് കരിയർ. കരിയറിൽ മുഴുവനും സെയിം സ്കൂളിൽ തന്നെയാണ് ഗ്രാൻഡ് ഫാദർ വർക്ക് ചെയ്തിരുന്നത് എന്നതാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഹി സെർവ്ഡ് ഇൻ ദ സെയിം സ്കൂൾ ത്രൂ ഔട്ട് ഹിസ് കരിയർ എന്നാണ് 45ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. 46 ഓൺ ദ ടെലിവിഷൻ സ്ക്രീൻ പൊന്നി വാസ് സീൻ ഡാഷ്. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. റിപ്പോർട്ടിംഗ് ദ സ്വിയറിംഗ് ഇൻ ഓഫ് മിനിസ്റ്റേഴ്സ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 47 ദ വേർഡ് ഇൻ ദ പാസേജ് ദാറ്റ് മീൻസ് ബിലോങ്ങിങ് ടു ദ ഫാമിലി ഈസ്. ബിലോങ്ങിങ് ടു ദ ഫാമിലി എന്ന അർത്ഥം വരുന്ന പാസേജിലെ വേർഡ് ഏതാണ് എന്നാണ് ചോദ്യം. 47ാമത്തെ ചോദ്യം ഓപ്ഷൻ സി അൻസെസ്ട്രൽ. അൻസെസ്ട്രൽ അല്ലെങ്കിൽ അൻസെസ്ട്രി എന്നതാണ് ഒരു ഫാമിലിക്കകത്ത് വരുന്നത് എന്നത് അർത്ഥമാക്കുന്ന പദം. 48 പൊന്നി ബിക്കെയിം എ സക്സസ്ഫുൾ ഡാഷ്. 48 ഓപ്ഷൻ സി പൊന്നി ബിക്കെയിം എ സക്സസ്ഫുൾ ജേർണലിസ്റ്റ് എന്നതാണ് ശരി. അടുത്ത 49 പൊന്നീസ് ഹയർ സ്റ്റഡീസ് വെയർ ടേക്കൺ കെയർ ഓഫ് ഇൻ. അപ്പോൾ പൊന്നീസിന്റെ ഹയർ സ്റ്റഡീസ് എവിടെയായിരുന്നു? ആരാണ് നോക്കി നടത്തിയിരുന്നത്? 49ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി അണ്ടർ ദ ഇനിഷ്യേറ്റീവ് ഓഫ് ഗ്രാൻഡ് ഫാദർ, PTA, അതുപോലെ തന്നെ കൈൻഡ് ഹാർട്ടഡ് പീപ്പിൾ. ഇവരുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് പൊന്നി പഠിച്ചിരുന്നത്. അടുത്ത് 50ാമത്തെ ചോദ്യം ടിയേഴ്സ് സ്പാർക്കിൾഡ് ഇൻ ദ ഐസ് ഓഫ് ഡാഷ്. 50ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഗ്രാൻഡ് ഫാദറിന്റെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ടിയേഴ്സ് സ്പാർക്കിൾഡ് ഇൻ ദ ഐസ് ഓഫ് ഗ്രാൻഡ് ഫാദർ. ഇനി 51ാമത്തെ ചോദ്യം മുതൽ 70 വരെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കുക എന്നാണ്. ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ഡാഷ് വാട്ട് ഹി വാസ് സേയിങ്. അപ്പൊ ഇവിടെ ഏറ്റവും മാച്ച് ചെയ്യുന്നത് കണ്ടെത്തി എഴുതുക എന്നതാണ് ഉത്തരം. 51ാമത്തെ ഉത്തരം ഓപ്ഷൻ സി ആണ്. മേക്ക് ഔട്ട് എന്നതാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. 51 ഓപ്ഷൻ സി മേക്ക് ഔട്ട് എന്നതാണ്. 52ാമത്തെ ചോദ്യം അറ്റ് ലാസ്റ്റ് ഹി ഡിസൈഡഡ് ടു സ്പിൽ ദ ബീൻസ്. ദ വേർഡ് അണ്ടർലൈൻഡ് മീൻസ്. സ്പിൽ ദ ബീൻസ് എന്ന വാക്കിന്റെ അല്ലെങ്കിൽ ആ ഫ്രേസിന്റെ അർത്ഥം എന്താണ്? 52 ഓപ്ഷൻ എ ആണ്. ടു റിവീൽ എ സീക്രട്ട്. സ്പിൽ ദ ബീൻസ് മീൻസ് ടു റിവീൽ എ സീക്രട്ട് എന്നതാണ്. അടുത്ത് 53ാമത്തെ ചോദ്യം എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. ദിസ് മീൻസ് എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ് എന്ന വരിയുടെ അർത്ഥം എന്താണ്? ശരിയായ അർത്ഥം ഓപ്ഷൻ സി we can hope for positive things even in worse situations. We can hope for positive things even in worse situations. 54ാമത്തെ ചോദ്യം
യു ഷുഡ് കീപ് ഡാഷ് ഈവൻ ഇഫ് യു ഫെയിൽ എന്നതിൽ കൃത്യമായിട്ട് വരുന്ന ബ്ലാങ്കിൽ എന്ത് വരും എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ശരി. യു ഷുഡ് കീപ് ട്രൈയിങ് ഈവൻ ഇഫ് യു ഫെയിൽ. യു ഷുഡ് കീപ് ട്രൈയിങ് ഈവൻ ഇഫ് യു ഫെയിൽ എന്നതാണ് ശരിയായ ഉത്തരം. അടുത്ത 55 ഗ്രാൻഡ് പാ സ്റ്റാർട്ട്സ് ഡാഷ് എ പെർഫെക്റ്റ് പ്ലാൻ ഫോർ എവറിത്തിങ് ഡസ്. 55 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഫോർ എ പെർഫെക്റ്റ് പ്ലാൻ ഫോർ എവറിത്തിങ് ഡസ്. അടുത്ത 56 ചോദ്യം. ഐ ആം പ്ലാനിങ് ടു ലീവ് ഡാഷ് ലണ്ടൻ നെക്സ്റ്റ് മന്ത് എന്നതാണ് 56 ചോദ്യം. ഓപ്ഷൻ ബി ഫോർ ലണ്ടൻ നെക്സ്റ്റ് മന്ത് എന്നതാണ് ശരിയായ ഉത്തരം. 57 ചോദ്യം. ഷീ കംസ് ഹിയർ വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ വെരി റയർലി എന്നാണ് ആ ഫ്രേസിന്റെ അർത്ഥം. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഷീ കംസ് ഹിയർ ഓൺ ഫുൾ മൂൺ ഡേയ്സ്. ഷീ ലൈക്സ് ദ മൂൺ. ഷീ കംസ് ഹിയർ ഓൺലി റയർലി എന്നതാണ് ഇതിന്റെ ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 57 ഓപ്ഷൻ സി വെരി റയർലി. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന വാക്കിന്റെ അർത്ഥം വെരി റയർലി എന്നാണ്. ദ വേർഡ് സജസ്റ്റീവ് ഹാസ് ഡാഷ് സിലബിൾ ഓർ സിലബിൾസ്. എത്ര സിലബിൾസ് ആണ് സജസ്റ്റീവ് എന്ന വാക്കിനകത്ത് ഉള്ളത് എന്നതാണ് ചോദ്യം. 58 ചോദ്യം. ഓപ്ഷൻ ബി ആണ്. ട്രൈ സിലബിക് വേർഡ് ആണ്, അല്ലെങ്കിൽ 3 സിലബിൾസ് ആണ് സജസ്റ്റീവ് എന്ന വാക്കിനകത്ത് ഉള്ളത്. 3 സിലബിളുകളാണ് ഉള്ളത്. ഇനി അടുത്ത് 59 ചോദ്യം. ആർ ദ ചിൽഡ്രൻ ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ്. ഇതിനെ റിപ്പോർട്ടർ സ്പീച്ചിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. 59 ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ശരി. ദ ഓൾഡ് മാൻ ആസ്ക്ഡ് വെദർ ദ ചിൽഡ്രൻ വെയർ ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ്. ദ ഓൾഡ് മാൻ ആസ്ക്ഡ് വെദർ ദ ചിൽഡ്രൻ വെയർ ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ്. അടുത്ത 60 ചോദ്യം. ദേ ഗേവ് മീ ദ ഗ്രീൻ സിഗ്നൽ സ്റ്റിൽ ഐ ഡിഡ് നോട്ട് വാണ്ട് ടു കണ്ടിന്യൂ. ദീസ് സെന്റൻസസ് ക്യാൻ ബി കമ്പൈൻഡ് വിത്തൗട്ട് എ ചേഞ്ച് ഇൻ മീനിങ്. അപ്പോൾ അർത്ഥം മാറ്റി എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ദേ ഗേവ് മീ ദ ഗ്രീൻ സിഗ്നൽ സ്റ്റിൽ ഐ ഡിഡ് നോട്ട് വാണ്ട് ടു കണ്ടിന്യൂ എന്നതാണ് സെന്റൻസ്. ഇത് അർത്ഥം മാറ്റാതെ എങ്ങനെ എഴുതാം? ദോ ദേ ഗേവ് മീ ദ ഗ്രീൻ സിഗ്നൽ ഐ ഡിഡ് നോട്ട് വാണ്ട് ടു കണ്ടിന്യൂ എന്നതാണ്. ഓപ്ഷൻ ഡി ആണ് ശരി. ദ ഗെയിം ഈസ് നോട്ട് യെറ്റ് ഓവർ. കൃത്യമായ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുക എന്നതാണ് ചോദ്യം. 61 ഓപ്ഷൻ ബി ഈസ് ഇറ്റ് എന്നതാണ് ശരി. ഈസ് ഇറ്റ്. 62 ചോദ്യം. ഇഫ് എവറിത്തിങ് വർക്ക്സ് വെൽ. 62 ചോദ്യം. ഓപ്ഷൻ ബി വി ഷുഡ് ലോഞ്ചിങ് ദ പ്രോജക്ട്. ഇഫ് എവറിത്തിങ് വർക്കിംഗ് വെൽ വി ഷുഡ് ലോഞ്ചിങ് ദ പ്രോജക്ട് എന്നാണ് വരേണ്ടുന്നത്. 63 ഹെവി ഷവേഴ്സ് ടു കണ്ടിന്യൂ ദിസ് വീക്ക്. ദ ന്യൂസ് ഹെഡ്ലൈൻ റിലേറ്റ്സ് ടു ഡാഷ്. 63 ചോദ്യം. 63 ഓപ്ഷൻ സി ആണ്. വെദർ. വെദറിനെ കുറിച്ചുള്ളതാണ് ഈ ന്യൂസ് റിപ്പോർട്ട്. അടുത്ത 64 ചോദ്യം. ദ മാനേജിംഗ് ഡയറക്ടർ ആസ്ക്ഡ് അവർ ടീം ടു ഡാഷ് ദ ലോസസ്. 64 ചോദ്യം. ഓപ്ഷൻ സി ആണ്. മേക്ക് അപ്പ് ഫോർ ദ ലോസസ്. ദ മാനേജിംഗ് ഡയറക്ടർ ആസ്ക്ഡ് അവർ ടീം ടു മേക്ക് അപ്പ് ഫോർ ദ ലോസസ് എന്നതാണ് ശരിയായ ഉത്തരം. അടുത്ത 65 ചോദ്യം. ഡു യു നോ ഡാഷ്. 65 ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. വെയർ ഷീ ഈസ്. ഡു യു നോ വെയർ ഷീ ഈസ് എന്നാണ് വരേണ്ടുന്നത്. 66 അണ്ടർ വാട്ട് സർക്കംസ്റ്റാൻസസ് ഡാഷ്. 66 ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഷുഡ് വി കോൾ ദ പോലീസ്. അണ്ടർ വാട്ട് സർക്കംസ്റ്റാൻസസ് ഷുഡ് വി കോൾ ദ പോലീസ്. 67 ചോദ്യം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടെത്തുക എന്നതാണ്. ഓപ്ഷൻ എ ആണ് ശരി. ഇറ്റ് ഈസ് ഹൈ ടൈം വി സ്റ്റാർട്ടഡ് സെർച്ചിങ് ദ റൂം. ഇറ്റ് ഈസ് ഹൈ ടൈം വി സ്റ്റാർട്ടഡ് സെർച്ചിങ് ദ റൂം എന്നതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്. 68 ചോദ്യം. ദ കൊളാബറേഷൻ വിത്ത് ജാപ്പനീസ് കമ്പനി വാസ് മെയ്ഡ് ലാസ്റ്റ് ഇയർ. ദ സെന്റൻസ് മീൻസ്. ഓപ്ഷൻ സി ബിസിനസ് ടൈസ് വെയർ എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് ദ ജാപ്പനീസ് കമ്പനി ലാസ്റ്റ് ഇയർ എന്നതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്. അടുത്ത് 69 വൺ ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് മിസ്സ്പെൽറ്റ്. തെറ്റായ വാക്ക് കണ്ടെത്തുക എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത 70ാമത്തെയും ലാസ്റ്റത്തെയും ചോദ്യം. 50 rupees ഡാഷ് നോട്ട് ടു ബി ചാർജ്ഡ് ഫോർ ദ പാർക്കിംഗ് സ്പേസ്. 70ാമത്തെ ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 50 rupees ഈസ് നോട്ട് ടു ബി ചാർജ്ഡ് ഫോർ ദ പാർക്കിംഗ് സ്പേസ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇംഗ്ലീഷിൽ നിന്ന്, ജനറൽ ഇംഗ്ലീഷ് ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ സീറ്ററ്റ്, കേട്ടറ്റ്, സെറ്റ്, ബി എഡ് MCQന്റെ ഫൈനൽ സെമസ്റ്റർ എക്സാമിനേഷൻ
ഈ പരീക്ഷകൾക്കെല്ലാം ഇൻറ്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ലൈസിയം അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നു. നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.